നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. കോൺഗ്രസിൽ അതിവേഗം വളർന്നു വന്ന ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. ഒരുപക്ഷെ ചടുലമായ നല്ല വാക്കുകൾ കൊണ്ട് ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യുവ നേതാവ്. അതുകൊണ്ടായിരിക്കും അതിവേഗം വളർന്നു വന്നത്. അധികം സമരങ്ങളിലൊന്നും പങ്കെടുക്കാതെ വലിയ അടികളൊന്നും കിട്ടാതെ പെട്ടെന്ന് വളർന്നത് കൊണ്ട് തന്നെ അതിനകത്തും ചിലർക്ക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് തന്നെയാലും നല്ലൊരു യുവ നേതാവ് തന്നെയായിരുന്നു. പക്ഷേ ആ യുവ നേതാവിനെ കോൺഗ്രസിൻ്റെ ഒരു ഇളയ കുട്ടി എന്നുള്ള രീതിയിൽ പരിപോഷിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ചില കുസൃതി തരങ്ങളൊക്കെ കാണിച്ചത്. ഒരു നല്ല അടി കിട്ടേണ്ടുന്ന തരത്തിലുള്ള വേലകൾ ഇപ്പോൾ കൂടിപ്പോയിരിക്കുകയാണ് എന്ന് തോന്നുന്നു. പല ചാറ്റുകളും വീഡിയോ ക്ലിപ്പുകളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയല്ല, നിരവധി പെൺകുട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നു. രാഹുലിൻ്റെ നല്ല സുന്ദരമുഖമാണ്, നല്ല ചടുലമായ സംഭാഷണ രീതി. ആളുകൾക്ക്, പ്രത്യേകിച്ച് യുവതികൾക്ക്, പെൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതം, മുഖം, ഭാവം, പിന്നെ ഭാവിയിലേക്ക് കോൺഗ്രസ് കരുതി വയ്ക്കുന്ന ഒരു കരുത്തനായ നേതാവിൻ്റെ ഒരു ഇമേജ്, പാലക്കാട്ടെ ഒരു സ്ട്രൈക്കിംഗ് പോരാളി. രാഹുലിൻ്റെ വളർച്ച ആരെയും അതിശയിപ്പിക്കുന്നതാണ്, ആർക്കും ഒരു അസൂയ ജനിപ്പിക്കുന്നതാണ്. രാഹുൽ ഒരു മിടുക്കനാണ്. പക്ഷേ ഇവിടെ രാഹുൽ ഇപ്പോൾ വീഴ്ചയുടെ ഒരു പതനത്തിൻ്റെ പടുകുഴിയുടെ വക്കിൽ നിൽക്കുന്നു. ഒരു വശത്ത് ഇനി ഒരു ചെറിയ തള്ളുകൂടി മതി, രാഹുൽ എന്ന വൃക്ഷമാകാം, അല്ലെങ്കിൽ രാഹുൽ എന്ന ബിംബമാകാം വീണുടയാൻ. ഈ കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെങ്കിൽ CPM പാർട്ടിയിൽ ഈ പെണ്ണ് കേസ്, ഇത്തരം പീഡന ആരോപണങ്ങൾ, ഇതിന് വലിയ പുതുമയുള്ള കാര്യമല്ല. കാരണം പണ്ട് കോൺഗ്രസ്സിലെ വലിയ സീനിയർ നേതാക്കളെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകൾ ഈ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഇങ്ങനെ പലപ്പോഴും ചർച്ച ചെയ്യും. സോഷ്യൽ മീഡിയ വലിയ മാധ്യമ ശ്രദ്ധയോ ഇല്ലല്ലോ. നമ്മൾ കാലഘട്ടം ഒരുപാട് ഇപ്പോൾ മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ചെറിയ ആരോപണങ്ങൾക്ക് പോലും വലിയ ആഘാതം ഇപ്പോൾ കിട്ടും. പക്ഷെ പണ്ടും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ഇത്തരം വ്യക്തിപരമായ ആരോപണങ്ങൾ നിരവധി നേരിട്ടിട്ടുണ്ട്. അതിൽ പലതും വാസ്തവമായിരുന്നുവെന്ന് അവരുടെ ശിഷ്യന്മാർ തന്നെ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് പെണ്ണുകേസ് മാത്രമല്ല, സ്വവർഗം ഉൾപ്പെടെ വലിയ കടുത്ത ആരോപണങ്ങൾ പല നേതാക്കൾക്കെതിരെയും രഹസ്യമായി ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവിടെ ഗൗരവമുള്ള ചില തലങ്ങൾ. അതിലൊന്ന്, റിനി ആൻ ജോർജ് എന്ന നടി വെളിപ്പെടുത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ അവർ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇക്കാര്യങ്ങൾ നേരത്തെ VD സതീശനെ അറിയിച്ചിരുന്നുവെന്ന്. VD സതീശൻ ഇന്ന് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ വളരെ കൗശലത്തോടെ ചില പ്രയോഗങ്ങൾ നടത്തി. അതിലൊപ്പം ഒരു സത്യം തുറന്നു പറഞ്ഞു. നടി നേരത്തെ, ആ യുവതി നേരത്തെ ഒരു പിതാവിനോട് എന്നതുപോലെ ചില മെസ്സേജുകളെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നുവെന്നും താൻ അതിൽ ഇടപെട്ടിരുന്നുവെന്നും ഇപ്പോൾ സതീശൻ വ്യക്തമാക്കുന്നു. അപ്പോൾ ഒരു വശത്ത് ഈ അശ്ലീല മെസ്സേജുകൾ അയച്ചു എന്ന പരാതി സതീശൻ അടുക്കൽ എത്തിയിരുന്നു എന്ന യുവതിയുടെ ആരോപണം ശരിവച്ചിരിക്കുകയാണ് സതീശൻ. ഇതൊരു കടുത്ത തലമാണ്. എന്നാൽ മറ്റ് ചില മാനങ്ങൾ ഈ സംഭവത്തിനുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തനിക്ക് അവസാന മെസ്സേജ് വന്നത് എന്ന് യുവതി പറയുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സമൂഹ മാധ്യമത്തിലൂടെയാണ് തുടങ്ങിയത്. 3.5 വർഷമായി തുടരുന്ന ബന്ധം. അപ്പോൾ 3.5 വർഷമായി തുടരുന്ന ഈ ബന്ധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു കൊടിയ സൈക്കോ പീഡകൻ്റെ ഇമേജാണ് ഇപ്പോൾ യുവതി പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. ഒന്ന്, വളരെയേറെ സ്വകാര്യതകളിലേക്ക് ഇടപെടുന്ന ഒരു സൈക്കോ. 2, അശ്ലീല ചാറ്റുകൾ. അത് രാത്രി ഉറങ്ങാതെ സ്ത്രീകൾക്ക്, യുവതികൾക്ക്, ചേച്ചിമാർക്ക് ചാറ്റ് ചെയ്യുന്ന ഒരു സൈക്കോയുടെ ഇമേജ്. മറുവശത്ത് ഈ വളരെ സോബറായി ഇടപെട്ട് പിന്നീട് 5 സ്റ്റാർ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിക്കുന്നു. തൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ വീഡിയോ ചാറ്റിലൂടെ ഈ യുവതിയെ കാണിക്കാൻ ശ്രമിക്കുന്നു. കാണിച്ചോ ഇല്ലയോ എന്ന് യുവതി അവിടെ വ്യക്തമാക്കുന്നില്ല. എന്തുകൊണ്ട് ഈ ചാറ്റുകൾ ഇതുവരെ എന്തുകൊണ്ട് തുടർന്നു എന്ന് യുവതി വ്യക്തമാക്കുന്നില്ല. ഇവിടെ സ്വാഭാവികമായും സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒന്ന്, എന്തിനാണ് ഈ 3.5 വർഷം ഇത്തരമൊരു ബന്ധം യുവതി തുടർന്നത് കഴിഞ്ഞ ഫെബ്രുവരി വരെ? യുവതിക്കിനി മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങളുടെ, താല്പര്യങ്ങൾ, ഒരു വിവാഹ പ്രതീക്ഷ ഉണ്ടായിരുന്നു? അത് നഷ്ടപ്പെട്ടതിലുള്ള പകയാണോ? സ്വാഭാവികമായും ന്യായമായൊരു ചോദ്യം. മറ്റൊന്നൊരു 3 മാസങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്നൊരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലമല്ല, കൊടുങ്കാറ്റ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന വാർത്ത പുറത്തു വന്നതോടെ രാഹുലിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന യുവതികൾ ഒന്നടങ്കം പെരുമ്പറയുമായി ഇനി പുറത്തേക്ക് ഇറങ്ങിയോ? അങ്ങനെയാണെങ്കിൽ പോലും
ഇതിൽ ധാർമ്മികതയുടെ വശമുണ്ട്. എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം വേട്ടയാടലുകൾ നടത്തി? എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതികളെ തൻ്റെ ലൈംഗിക താല്പര്യങ്ങൾക്കാണ് എന്ന് യുവതികളിപ്പോൾ പച്ചയ്ക്ക് പരസ്യമായി പറയുന്നു. ഈ ലൈംഗിക താല്പര്യങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ വേട്ടയാടാൻ ശ്രമിച്ചത്? പക്ഷേ ഇവിടെ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ മറ്റ് ചില ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഈ യുവതി പറയുന്നു ഒട്ടനവധി പെൺകുട്ടികൾക്ക് ഇവിടെ ഇത്തരം ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ നടിയുടെ ഒരു ആരോപണം മാറ്റി നിർത്തിയാൽ മറ്റ് നേരിട്ടുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലില്ല. കാരണം ആദ്യം ഒരു മാധ്യമപ്രവർത്തകയെ രാഹുൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി, ഗർഭഛിദ്രത്തിന് വിധേയമാക്കി. അവർ ഒരു ട്രോമയിലൂടെ കടന്നു പോവുകയാണ്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായി അലയടിച്ചിരുന്നു ഈ ആരോപണം. എന്നാൽ ഏതാണ് ആ യുവതിയെന്ന് കേരള സമൂഹം മനസ്സിലാക്കിയില്ല. ഇത്തരമൊരു പരാതി നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ മുന്നിലില്ല, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുന്നിലില്ല. ആ യാഥാർത്ഥ്യം അങ്ങനെ നിലനിൽക്കെ ഇതൊരു ആരോപണം മാത്രമായി തള്ളിക്കളയാൻ നമുക്ക് കഴിയൂ ഒരു വശത്ത്. രണ്ടാമത്, MP ഗോവിന്ദനെതിരെയും MP ഗോവിന്ദൻ്റെ മകനെതിരെയും CPM പാർട്ടിക്കെതിരെയും ഉയർന്ന ഒരു കത്ത് വിവാദം അത് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ വലിയ രാഷ്ട്രീയ ആഘാതം സൃഷ്ടിച്ചിരുന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ്, അതിനൊപ്പമാണ് ഇന്നലെ രാഹുലിനെതിരെ ഉയർന്ന രണ്ടാം വിവാദം. ഈ വിവാദത്തിൽ ഒരു രൂപമുണ്ട്, ഒരു പേരുണ്ട്, ഒരു യുവതിയുണ്ട്, നടി റിനി ആൻ ജോർജ്. പക്ഷേ യുവതി തനിക്ക് പീഡനമേറ്റു എന്ന് പറയുന്നില്ല. തെറ്റായ മെസ്സേജുകളിലൂടെ തന്നെ കീഴ്പ്പെടുത്താൻ നോക്കി എന്നൊരു ധ്വനിയാണ് അവരുടെ ആരോപണങ്ങളിലുള്ളത്. പിന്നീട് ഏറ്റവും മോശമായ ചില പരാമർശങ്ങൾ, ഇയാൾ വീഡിയോ കോളിൽ സ്വകാര്യതകളൊക്കെ പ്രദർശിപ്പിക്കാനൊരുങ്ങുന്ന ഒരു സൈക്കോ ആണ്. ഇത് ആരോപണം നമുക്ക് ഗൗരവത്തോടെ എടുക്കണം. യുവതി പറയുന്നു, നിരവധി പെൺകുട്ടികൾക്ക്, യൂത്ത് കോൺഗ്രസിൽപ്പെട്ട ഒട്ടനവധി വനിതകൾക്ക് ഇയാളിൽ നിന്ന് ദുരനുഭവമുണ്ട്. ഒട്ടേറെ രാഷ്ട്രീയക്കാരുടെ ഭാര്യമാർക്ക്, ഒട്ടേറെ രാഷ്ട്രീയക്കാരുടെ പെൺമക്കൾക്ക് പലരെയും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞു വയ്ക്കുന്നു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഹണി ഭാസ്കരൻ എന്ന ഒരു പ്രവാസി, ഒരു എഴുത്തുകാരിയുടെ വാക്കുകളാണ്. ഹണി ഭാസ്കരൻ പൊതുവെ ഒരു CPMൻ്റെ ഒരു ബുദ്ധികേന്ദ്രമായി അറിയപ്പെടുന്നു. സൈബർ സഖാത്തി എന്നൊക്കെ ചിലർ വിളിച്ച് അധിക്ഷേപിക്കുന്നു. ഹണി ഭാസ്കറിന് നേരിട്ട് ഒരേ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. അവർക്ക് വ്യക്തിപരമായി ഒരു അശ്ലീലത തോന്നിക്കുന്ന തരത്തിൽ, അവരുടെ വ്യക്തിപരമായ ഇടപെടലുകൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ഒരു മെസ്സേജ് വന്നു. ഒരു മെസ്സേജ് അല്ല, ഒരു രാത്രി മുഴുവൻ നീണ്ട മെസ്സേജുകൾ. പിറ്റേ ദിവസം ബ്ലോക്ക് ചെയ്തു, അവിടെ അവസാനിച്ചു. അവരുടെ ആരോപണത്തിലും അടിസ്ഥാനമുണ്ടാകാം. അപ്പോൾ നമ്മളിവിടെ ഹണി ഭാസ്കർ ഇപ്പോൾ അതിന്റെ ചാറ്റിന്റെ ഫസ്റ്റ് ആദ്യം രാഹുലാണ് ഇത്തരത്തിൽ ഇങ്ങോട്ട് ചാറ്റ് ചെയ്തെന്നുള്ളൊരു ചെറിയ, പക്ഷെ അതിന്റെ തുടർച്ചയായിട്ടുള്ള ചാറ്റുകൾ ഹണി പുറത്തുവിടുന്നില്ല. അവിടെ ഒരു സൂക്ഷിക്കണം എന്ന് നിർബന്ധമില്ല. സൂക്ഷിക്കണം അല്ല, ആ ചാറ്റിന്റെ ആദ്യത്തെ ചാറ്റിന്റെ ചെറിയൊരു ക്ലിപ്പിംഗ്, അതായത് ഹണിയുടെ ഒരു ഫോട്ടോ, ശ്രീലങ്കയിലാണ് എന്നുള്ളൊരു ഫോട്ടോ ഇട്ടുകൊണ്ടുള്ള ഒരു ഫോട്ടോയ്ക്ക് ഒരു ലവ് ചിഹ്നം കൊടുക്കുന്ന ഒരു ചാറ്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ തുടരെയുള്ള ചാറ്റുകൾ പുറത്തു വരുന്നില്ലല്ലോ. ഇല്ല, അപ്പം അതിലും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു. അപ്പം ഇവിടെ പ്രതിരോധിക്കാനുള്ള ഒരു സൗകര്യം കോൺഗ്രസിനും സൈബർ അണികൾക്കും ഒരു വശത്ത് നൽകിയിട്ടുണ്ട്. മറുവശത്ത് ആക്രമിക്കാനുള്ള സൗകര്യം നടിയും ഹണി ഭാസ്കറും ഒക്കെ ചേർന്ന് നൽകിയിട്ടുണ്ട്. ആ രണ്ട് യാഥാർത്ഥ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന് ചാനലുകൾ തമ്മിൽ മത്സരിച്ച് ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടി അവർ വലിയ തോതിലുള്ള മത്സരമാണ് നടത്തുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന് തെളിയിക്കാൻ ഒരു ശബ്ദരേഖ, ഊരും പേരുമില്ലാത്ത ഒരു യുവതിയുടേതെന്ന പേരിൽ അവരുടെ സ്വരം മാറ്റി യഥാർത്ഥ സ്വരം സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല എന്ന തലത്തിലായിരിക്കാം. കാരണം ഇരയാക്കപ്പെട്ട ഒരു യുവതിയുടെ യഥാർത്ഥ സ്വരം പുറത്തുവിടുന്നതിലുള്ള അപകടം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം. പക്ഷെ അതും അപകടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ശബ്ദരേഖ തെറ്റാണെങ്കിൽ പൊതുസമൂഹത്തോട് ആ ശബ്ദരേഖ കൃത്രിമമായി തയ്യാറാക്കിയതാണ് എന്ന് പറയണം. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നു, പ്രതികരിക്കട്ടെ. ആ ശബ്ദരേഖ വസ്തുതാപരമാണെങ്കിൽ ചാനലിന് ഇനി ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. റിപ്പോർട്ടർ ചാനലാണ് പുറത്തുവിട്ടത്. ഇത് യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീയുടേതാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിവുകൾ നൽകാൻ റിപ്പോർട്ടർ ചാനലിന് ഉത്തരവാദിത്തമുണ്ട്. മറുവശത്ത് ഒരു വനിതാ കോൺഗ്രസ് നേതാവ്, രാഹുലിനേക്കാൾ വളരെ സീനിയർ, എൻ്റെ കുഞ്ഞനുജനെ പോലെ ഞാൻ കാണുന്ന രാഹുൽ എന്ന് പറയുമ്പോൾ രാഹുൽ ഇക്കിളിപ്പെടുത്തുന്ന ചില മെസ്സേജുകൾ സൗന്ദര്യത്തെക്കുറിച്ചും മറ്റ് സ്ത്രീ സംബന്ധിയായ വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ ഇക്കിളിപ്പെടുത്തുന്ന ചില മെസ്സേജുകൾ അങ്ങോട്ടേക്ക് അയക്കുന്നു. അവിടെയും ഈ മെസ്സേജ് സൃഷ്ടിക്കപ്പെട്ടതാണോ, ഇത്തരമൊരു ചാറ്റ് യഥാർത്ഥത്തിൽ ഉണ്ടായതാണോ? കാരണം ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ എറിഞ്ഞു വീഴിക്കാനുള്ള ഒരു അവസരമാണ്. ഇതിലും രാഹുൽ മാങ്കൂട്ടത്തിൽ
ഒന്നുകിൽ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കണം, അഥവാ ഇത് രാഹുൽ നിഷേധിക്കുകയാണെങ്കിൽ അതിൻ്റെയും തെളിവുകൾ പുറത്തു വരണം. രാഹുലിൻ്റെ ശബ്ദരേഖ സത്യമാണെങ്കിൽ, ഈ ചാറ്റുകൾ സത്യമാണെങ്കിൽ, റിനി ആൻ ജോർജ് പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ, ഹൈക്കമാൻഡിന് മുന്നിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് പറയുന്ന 9 പരാതികൾ സത്യമാണെങ്കിൽ തീർച്ചയായും എറിഞ്ഞുടയ്ക്കപ്പെടേണ്ട ഒരു വിഗ്രഹം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനുമുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു. സംശയിക്കപ്പെടാനുള്ള സ്പേസ്, ആരോപണങ്ങൾ ഉയർത്താനുള്ള ഒരു സ്പേസ്. രാഹുലിൻ്റെ ഭാഗത്തും കൃത്യമായ വീഴ്ചകളുണ്ടായി എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആരോപണങ്ങൾക്ക് ശക്തിയേറുന്നത്. എന്നാൽ ഏറ്റവും വലിയ പതനം രാഹുൽ ഇപ്പോൾ നേരിടുന്നത് VD സതീശൻ തള്ളിപ്പറഞ്ഞതോടെയാണ്. VD സതീശൻ്റെ ഒരു മുന്നണി പോരാളിയായിരുന്നു. VD സതീശൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്ന VD സതീശൻ്റെ പോരാട്ട ഭൂമിയിൽ ഏറ്റവും മുന്നിൽ നിന്ന യുവതുർക്കി VT ബൽറാം, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരുടെയൊക്കെ ഷാഫി പറമ്പിൽ ഒരു സ്റ്റാർ ആയി മാറിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഉറ്റ ശിഷ്യന് ലഭിച്ചതോടെയാണ്. അപ്പോൾ ഈ യുവനിരയിൽ ഏറ്റവും ശ്രദ്ധേയനായ രാഹുൽ വീഴിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഷാഫി പറമ്പിലിനെതിരെ തീവ്ര മുസ്ലിം ഗണത്തിൽപ്പെടുത്തി പല വിധത്തിലുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർത്തുന്നുണ്ട്. സതീശൻ്റെ 3 യുവതുർക്കികൾ താഴെ വീണാൽ അത് സതീശൻ്റെ പരാജയം കൂടിയാവും. പക്ഷെ ആ പരാജയം ഭയന്ന് സതീശൻ ഇവിടെ നിന്നില്ല, രാഹുലിനെ തള്ളിപ്പറഞ്ഞു. രാഹുലിനെ സതീശൻ തള്ളിപ്പറയുമ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കും അണികൾക്കും ഉണ്ടാകും. രാഹുൽ യഥാർത്ഥത്തിൽ കുറ്റവാളിയാണോ? സതീശൻ തള്ളിപ്പറയണമെങ്കിൽ സതീശന് വ്യക്തിപരമായി ഈ കാര്യങ്ങൾ അറിയാമായിരിക്കും. ഞാൻ ചില കോൺഗ്രസ് നേതാക്കളോട് ഇന്ന് രാവിലെ സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് പറയുന്നത് വളരെ ഭീകരമായ കഥകളാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, ഏകദേശം 15ഓളം സ്ത്രീകൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, ഈ സ്ത്രീകൾ നേരിട്ട് താങ്കളോട് എന്തെങ്കിലും ഇല്ലില്ല, പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ്. അല്ല, നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ സ്ത്രീ നേതാക്കൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. അപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ ഇവർക്കൊക്കെ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കൽ. ഇപ്പം 3 വർഷം, റിനി പറയുന്ന 3.5 വർഷമായിട്ടുള്ള ഒരു ബന്ധം, ആദ്യം തന്നെ രാഹുൽ ഇത്തരത്തിൽ പ്രതികരിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നേരിട്ട് ഈ മെസ്സേജുകൾ ഉൾപ്പെടെ നമുക്ക് VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കൈമാറാം. അല്ലെങ്കിൽ വേണമെങ്കിൽ കേസ് ഇന്ന് കാണിച്ച തൻ്റെ ഇടം അന്ന് കാണിക്കും. ഇത് ടു ലേറ്റ് അല്ലേ? അല്ല, ഇതിൽ നമുക്ക് ആരുടെയും പേര് ഇവിടെ ഉന്നയിക്കേണ്ട, പ്രത്യേകിച്ച് പരാതിക്കാരുടെ. ഞാൻ അത്തരത്തിലൊരു വിശദീകരണത്തിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രതീക്ഷയുള്ള ഒരു യുവാവാണ്, അവിവാഹിതനാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ ആഗ്രഹിക്കുന്ന നിരവധി പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ രാഹുലിലേക്ക് ചെന്നെത്തുന്ന നിരവധി യുവതികളും പെൺകുട്ടികളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അവിടെ കുറച്ച് വകതിരിവിൻ്റെ ഒരു ബോധമണ്ഡലം സൂക്ഷിക്കേണ്ടത് രാഹുലിൻ്റെ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുമ്പോൾ, ധാർമ്മികതയ്ക്ക് ചെറിയ കോട്ടങ്ങൾ സംഭവിക്കുമ്പോൾ, ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള രീതി ആയിരിക്കരുത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ അവലംബിക്കേണ്ടത്. രാഹുൽ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു ജനാധിപത്യ ക്രമത്തിൽ പ്രവർത്തിക്കുന്നയാളാണ്. ലോകത്തെവിടെയും വളരെ സ്വാതന്ത്ര്യമെന്ന് കരുതുന്ന അമേരിക്കയിലും കാനഡയിലും ബ്രിട്ടനിലുമൊക്കെ ഈ സ്ത്രീ വിഷയങ്ങൾ രാഷ്ട്രീയ നേതാക്കളിലേക്ക് വരുമ്പോൾ അവർ രാജിവെക്കുന്ന നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ താനൊരു പൊതുപ്രവർത്തകനാണ്, ഒരു ജനപ്രതിനിധിയാണ് എന്ന ചിന്ത എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു അവസരങ്ങളും സൗകര്യങ്ങളും തുറന്നു കിട്ടുമ്പോൾ ധാരാളം യുവതികൾ വരും. ഇവരോടൊക്കെ ഒരു ചെറിയ കൊഞ്ചിക്കുഴയിലിന് അല്ലെങ്കിൽ അല്പം ഒരു വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു ലൈംഗികത ആസ്വദിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ കെണിയിലകപ്പെടുന്ന ഒരു സംഭവമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സാർ, ഇത്രയേറെ ബുദ്ധിശൂന്യമാണോ രാഹുൽ മാങ്കൂട്ടം എന്നുള്ളൊരു യുവ നേതാവ്? കാരണം രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ ലോകം കണ്ട ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതി മാറ്റിവെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആണ്, ലോകം കണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിലേ ഉള്ളൂ? ഇത്രയും ബുദ്ധിശൂന്യമായി ഇത്തരം പ്രവൃത്തികൾ രാഹുൽ ചെയ്യും? അതോ ഒരു സൈക്കോയാണോ ഈ പറയുന്നത്? രാഹുലിന്റെ ചാറ്റുകൾ സത്യമാണെങ്കിൽ, രാഹുൽ പറയുന്ന വോയിസ് ക്ലിപ്പുകൾ സത്യമാണെങ്കിൽ ഒരു സൈക്കോ തന്നെയാണ്, ബുദ്ധിശൂന്യനായ ഒരു സൈക്കോ തന്നെയാണ്. പക്ഷെ അവിടെ രാഹുൽ ഒരു പക്ഷേ ഈ യുവതികളെ, പെൺകുട്ടികളെയൊക്കെ ഏതെങ്കിലും തലത്തിൽ വിശ്വസിച്ചിട്ടുണ്ടാകും. ഒരു പ്രത്യേകതരം സ്വഭാവത്തിനുടമ ഈ പെൺകുട്ടികളെയൊക്കെ ഏതെങ്കിലും തലത്തിൽ വിശ്വസിച്ചിട്ടുണ്ടാകും. ഈ പെൺകുട്ടികളും തിരികെ രാഹുലിനെ വിശ്വസിച്ചു. അതിനിടയിലാണ് പൊട്ടിപ്പുറപ്പെട്ട് കുറേ ആരോപണങ്ങൾ വരുമ്പോൾ, എപ്പോഴും ഈ ആരോപണങ്ങൾ ഉയരുമ്പോഴാണ് തന്നെയും ചതിച്ചല്ലോ, താനും ചതിക്കപ്പെട്ടല്ലോ എന്ന ചിന്ത ഈ പെൺകുട്ടികൾക്കും യുവതികൾക്കും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു തുടർ ഭൂകമ്പം പോലെ ഒന്നൊന്നായി ഞാനും ചതിക്കപ്പെട്ടല്ലോ എന്ന ചിന്ത, താനും കബളിപ്പിക്കപ്പെട്ടല്ലോ എന്ന ചിന്ത,
അപ്പോൾ നമ്മളിപ്പോൾ പരിശോധിക്കുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഈ പെൺകുട്ടികൾ ഇരയാക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർ പുറത്ത് വന്ന് തുറന്നു പറയണം. ഈ ചാറ്റുകൾ, ഈ ശബ്ദരേഖകൾ യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് തെളിയിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ രാഹുൽ എന്ന വ്യക്തിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഇടം കൊടുക്കരുത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇതേക്കുറിച്ച് ചർച്ച നടത്തി. എത്രയും പെട്ടെന്ന് രാഹുലിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പോകും. MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനേക്കാൾ കടുത്ത ആരോപണങ്ങൾ നേരിട്ട നിരവധി MLA മാർ കേരളത്തിൻ്റെ നിയമസഭയിലെത്തുന്നുണ്ട്. ഇപ്പോഴും മന്ത്രിമാരായിട്ട് തുടരുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ രാഹുലിൻ്റെതായ ഒരു വിശദീകരണം നൽകാൻ ഏതാനും മാസങ്ങൾ കൂടിയേ ഉള്ളൂ ഈ നിയമസഭയ്ക്ക് ഇനി ആയുസ്. അത് കഴിഞ്ഞ് രാഹുലിന് സീറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് പാർട്ടിക്ക് തീരുമാനമെടുക്കാം. ഒരു പക്ഷേ രാഹുലിന് സീറ്റ് കൊടുത്താൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് പാർട്ടി ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഇതിനേക്കാളൊക്കെ കടുത്ത ആരോപണങ്ങൾ നേരിട്ട കുഞ്ഞാലിക്കുട്ടി പിന്നീട് ജനപ്രതിനിധിയായി, മന്ത്രിയായി. അതൊക്കെ വെച്ച് നോക്കിയാൽ രാഹുലിൻ്റെ കെ പി ഗണേഷ് കുമാർ സ്ഥിരമായി ആ ലിസ്റ്റിൽപ്പെട്ടയാണ്. അപ്പോൾ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ പുതുമയില്ല. ഇത് ഒരു സ്വാഭാവിക പരിപാടിയായിട്ട് പലരും കാണുന്നു. രാഹുൽ ഒരു വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമായി പലരുടെയും മനസ്സിലൊരു ഇടം പിടിച്ച് അതാണിപ്പോൾ വീണുടഞ്ഞിരിക്കുന്നത് ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് പക്ഷെ രാഹുലിനെതിരെ ഇപ്പോൾ തുടരെ സൈബർ സഖാക്കൾ കല്ലെറിയുന്നു. ഈ കല്ലേറിൽ എത്രമാത്രം യുക്തിയുണ്ട്, സത്യമുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ രാഹുലിന് വല്ലാത്ത അസൂയുണ്ട്. കാരണം രാഹുൽ പെട്ടെന്ന് വളർന്നു. രാഹുലിൻ്റെ വീഴ്ചയുണ്ട്, രാഹുലിൻ്റെ വളർച്ചയ്ക്കെതിരെ അസൂയുണ്ട്. ഇത് CPM നേതാക്കൾക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്ന രാഹുലിനെ വീഴ്ത്തുക എക്കാലത്തും CPM-ൻ്റെ മുഖ്യ ലക്ഷ്യമാണ്. അപ്പോൾ കിട്ടിയ അവസരം അവർ പരമാവധി ഉപയോഗിക്കും. അപ്പോൾ അവർക്കും ലക്ഷ്യമുണ്ട്. മറുവശത്ത് കോൺഗ്രസ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന ഈ തീരുമാനം, ഈ രാഷ്ട്രീയ തീരുമാനം അത് ആർജവമുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തു നിർത്തിയില്ലെങ്കിൽ ഒരു സംഘടന പ്രതിസന്ധിയിലാകും. ഇനി തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംഘടനയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉയരുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ട് തന്നെ സതീശൻ്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞോണം യുവ നേതാക്കൾ കോൺഗ്രസിൽ ഒരു വല്ലാത്ത പ്രഭാവം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഹുലിൻ്റെ ഒരു അഭാവം, വല്ലാത്ത ഒരു സ്പേസ് തന്നെ കോൺഗ്രസിനുണ്ടാവും. കാരണം ഒരു നേതൃത്വം നയിക്കാനുള്ള ഒരു പാഠവും രാഹുലിനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ഒരു പക്ഷേ കോൺഗ്രസിനെ ഒന്നും തളർത്തിയേക്കാം. കാരണം ഈ പറഞ്ഞതും ഈ യുവ നേതാക്കളുടെ ഒരു കൂടിച്ചേരൽ വന്നപ്പോഴാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടേ നമ്മളെപ്പോലെ ഇൻസ്പയർഡ് ആകുന്ന തരത്തിലുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഊർജ്ജം ഉണ്ടാവും. പക്ഷെ അതിന് എത്രമാത്രം യുവ നേതാക്കളെ മുൻനിരയിലോട്ട് നിർത്താൻ കോൺഗ്രസ് നേതൃത്വം ഇനി സാധ്യമാകുമെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനെ ഇനി ഇത് സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. കാരണം എതിർ പാർട്ടികൾ ഇതൊക്കെ എടുത്തിടാൻ സാധ്യതയുണ്ട്. കൃത്യമായ തെളിവുകളില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിച്ച് അയാൾക്ക് വളർന്നു വരാനുള്ള ഒരു സ്പേസ് ഇതിൽ കിടപ്പുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഈ പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ, വസ്തുതയുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തകർന്നു വീഴും. കാരണം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത്രയേറെ തെളിവുകൾ കോൺഗ്രസ് നേതാക്കളുടെ അടുക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അത് പൊതുസമൂഹത്തിലേക്ക് ഇപ്പോൾ പടരുന്നുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും നടപടിയെടുക്കാൻ നേതാക്കൾക്ക് കഴിയാതെ വരുന്നത് അവരുടെയൊക്കെ വ്യക്തി ജീവിതത്തിലെ വീഴ്ചകൾ അറിയാവുന്ന വലിയൊരു വൃന്ദം അവർക്കൊപ്പമുണ്ട്. അവരുടെ വ്യക്തിപരമായ സ്വകാര്യതകൾ പുറത്തേക്ക് വിട്ടാൽ അത് അവർക്ക് തന്നെ അപകടം സൃഷ്ടിക്കും. അവിടെ ഇതൊരു പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പോവുകയാണ് പതിവ്. എന്നാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചില ഘട്ടത്തിൽ തകർന്നു പോകും. അതിൽ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ഒരാളെ സംരക്ഷിച്ച് നിർത്തുക എളുപ്പമല്ല. പലപ്പോഴും അപകടങ്ങളുടെ വേറെ തലമുണ്ട്. വല്ലാത്തൊരു ദുർഘടാവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത്. രാഹുൽ എന്ന പെണ്ണുപിടിയൻ, എന്ന അധാർമികൻ, എന്ന ഏറ്റവും വലിയ ചൂഷകൻ, സൈക്കോ, ക്രിമിനൽ എന്നൊക്കെ വിളിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ അത്രയേറെ ആക്ഷേപിക്കേണ്ട രാഹുലിനെ നമുക്കറിയില്ല. ഇതിൻ്റെ നെല്ലും പതിരും ഇനിയും കുറച്ചുകൂടി തിരിയാനുണ്ട്. തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തുമാത്രം സത്യമുണ്ട്, മിഥ്യയുണ്ടെന്നുള്ളത് നമുക്ക് ഇനി രാഹുലിന്റെ പ്രസ്താവനയോടെ അറിയാൻ പറ്റും. രാഹുൽ എന്താണ് പ്രതികരിക്കുന്നത്, രാഹുലിന്റെ മറുപടി പറയട്ടെ. എന്തായാലും സത്യമുണ്ട്, ഇതിൽ സത്യമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ ചിലയിടങ്ങളിലേക്ക് നോക്കുമ്പോൾ രാഹുലിന്റെ ഒരു ഇമേജിന് വലിയ കോട്ടം സംഭവിച്ചിരിക്കും തീർച്ചയായിട്ടും. ഏതായാലും കോൺഗ്രസ് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തന്നെയാണ്. ശശി തരൂർ തുടക്കമിട്ടു, വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇതിനെയൊക്കെ അസ്തമിപ്പിക്കുന്ന തരത്തിൽ
കോൺഗ്രസിന് വീണ്ടും ഉയരാൻ തന്നെ സാധിക്കട്ടെ അല്ലേ? നമുക്ക് മാറ്റിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, നന്ദി സർ. നമസ്കാരം.